Hello everyone, I'm Devnanda from Department of Computer Science. So we are going to discuss about the topic constants in C. What is constant? Types of constants in C. Ways to define constant in C. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. So let's move to the introduction part. In C programming, constants are values that remain unchanged during program execution. ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ടൈമിൽ ചേഞ്ച് ചെയ്യാത്ത വാല്യൂസിനെ പറയുന്ന പേരാണ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ. They provide a way to define fixed values that cannot be altered. They play a crucial role in making programs more readable, maintainable, and efficient by replacing magic numbers with meaningful identifiers. അതായത് സി പ്രോഗ്രാമിങ്ങിൽ പ്രോഗ്രാമിനെ മോർ റീഡബിൾ ആക്കാനും മെയിൻറ്റെയിനബിൾ ആക്കാനും എഫിഷ്യൻ്റ് ആക്കാനും ഈ പറയുന്ന കോൺസ്റ്റൻ്റ് ഒരു ക്രൂഷ്യൽ റോൾ തന്നെ വഹിക്കുന്നുണ്ട്. Constants in C. A constant is a value or variable that can be changed in program. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വാല്യൂസിനെയോ അല്ലെങ്കിൽ വേരിയബിൾസിനെയോ പറയുന്ന പേരാണ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ 10, 20, A, 3.4, C പ്രോഗ്രാമിംഗ് എക്സെട്ര. ഇപ്പം നമ്മൾ 10നെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി എടുത്താൽ പിന്നെ നമുക്കതിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തേനാണ് കോൺസ്റ്റൻസ് എന്ന് പറയാം. There are different types of constants in C programming. ഏതൊക്കെയാ വെച്ചാൽ ഡെസിമൽ കോൺസ്റ്റൻറ്റ്, റിയൽ ഓർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ്, ഒക്ടൽ കോൺസ്റ്റൻറ്റ്, ഹെക്സാഡെസിമൽ കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ആൻഡ് സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. എക്സാമ്പിളിലൂടെ കൊടുത്തിട്ടുണ്ട്. 2 ways to define constant in C. നമ്മൾ സിയിലുള്ള കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് 2 വേസ് ആണുള്ളത്. ഫസ്റ്റ് വൺ കോൺസ്റ്റ് കീവേഡ് ആൻഡ് സെക്കൻഡ് വൺ ഹാഷ് ഡിഫൈൻ പ്രീ പ്രോസസ്സർ. അപ്പം ഈ കോൺസ്റ്റ് കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സി പ്രോഗ്രാമിലുള്ള കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാഷ് ഡിഫൈൻ പ്രീ പ്രോസസ്സർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. Thank you.